അച്ചൻകുഞ്ഞ് കോട്ടയത്ത് ചുമട്ടുതൊഴിലാളിയായി ജോലി ചെയ്തുകൊണ്ട് വൈകിട്ട് നാടകം അഭിനയിക്കാൻ പോയ ഒരാളുണ്ടായിരുന്നു അച്ചൻകുഞ്ഞ്. ഈ അച്ചൻകുഞ്ഞിനെ നായകനാക്കിയാണ് ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. ആര്? പത്മരാജൻ്റെ തിരക്കഥയിൽ IV ശശി, നിർമ്മാതാവ് ഹരി പോത്തൻ. കൊടി കെട്ടിയ ആളെന്നൊക്കെ പറഞ്ഞ പോലെ പ്രശസ്ത നിർമ്മാതാവാണെന്ന് ആലോചിക്കണം. അപ്പം ആ സമയത്ത് ശശിക്കാണെങ്കിലോ തിരക്കോട് തിരക്ക്. ഒരേ സമയം 4-5 സിനിമകളുടെ ഷൂട്ടിംഗ്, എഡിറ്റിംഗ്, ഡബ്ബിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് മദ്രാസിലാണല്ലോ സിനിമയുടെ കേന്ദ്രം. അപ്പം അങ്ങനെ അത്തരം സിനിമകൾ മദ്രാസിൽ ഇങ്ങനെ ധൃതി വെച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹരിപോത്തൻ പറഞ്ഞ, ശശി എനിക്കൊരു പടം പെട്ടെന്ന് ചെയ്തു തരണം, അത് റിലീസ് പോലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാധാരണ ശശി നോ പറയേണ്ടതാണ്. ഹരിപോത്തനായതുകൊണ്ട് നോ പറഞ്ഞില്ല, ചെയ്തു തരാമെന്ന് പറയുന്നു. അങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞ സ്ക്രിപ്റ്റെല്ലാം റെഡി ആയിട്ടുണ്ട്. പത്മരാജനാണ് എഴുതുന്നത്. ലോറിയിൽ നിന്ന് പേരിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അച്ചൻകുഞ്ഞാണ് നടൻ. വാലങ്കെ നായരുണ്ട്. നിത്യ എന്നുള്ള പുതിയ കുട്ടിയുണ്ട്. അങ്ങനെ കുറേ പേരുള്ളതാണ്. പിന്നെ പ്രതാപോത്തനുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പിലൊരു സിനിമയാണെന്ന് ആലോചിക്കണം. അത് എറണാകുളത്താണ് ഷൂട്ടിംഗ്, അവിടെയാണ് സെറ്റ് ഇടുന്നത്. ശശി എല്ലാം സമ്മതിക്കുന്നു, ഹാപ്പിയായി പോകുന്നു. പക്ഷേ ഇതറിഞ്ഞ കൂടെയുള്ള അസിസ്റ്റന്റുമാർ, മറ്റു നിർമ്മാതാക്കൾ, സുഹൃത്തുക്കളൊക്കെ പറയുന്നു, ശശി നീ എന്ത് ഭ്രാന്താ ചെയ്ത്? നിൻ്റെ സിനിമകളെല്ലാം ഇവിടെ മദ്രാസിലേ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് കേരളത്തിൽ പോയി കഴിഞ്ഞാൽ ഈ സിനിമയൊക്കെ ആര് ചെയ്യും?